3 സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ചില രീതികൾ, മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഒരു ചില കാര്യങ്ങൾ, ചില സ്വഭാവത്തിലെ ചില സവിശേഷതകൾ, അവരുടെ ചില നിർബന്ധങ്ങൾ, അതൊക്കെയാണല്ലോ അവർ. ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ദേഷ്യം വരുന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അൺപ്രൊഫഷണലിസം മമ്മൂക്കയ്ക്ക് താല്പര്യമുള്ള കാര്യമില്ല. ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക എനിക്ക് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് BP കൂടിയതുപോലെ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, നീ മര്യാദക്ക് അഭിനയിക്കും, നിന്റെ ഒരു ശൈലിയിലാണ് നീ അഭിനയിക്കേണ്ടത്. അപ്പോൾ അത് നിന്റെ കാര്യമല്ലേ. പിന്നെ പീഡനം ഒരാൾക്ക് ഒരു പ്രാവശ്യമുള്ളൂ, നിന്റെ പീഡനം ഡബിൾസിൽ കഴിഞ്ഞു, ഇനി നിന്നെ ഞാൻ പീഡിപ്പിക്കില്ല. പേര് പോലെ വെള്ളയപ്പം. അപ്പോൾ വെള്ളയപ്പം കണ്ടെത്തുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. ഹായ്, ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ സോഹൻ സീനുലാലാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് വെള്ളയപ്പം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ ഞാൻ കണ്ടിരുന്നു. ആ സിനിമയിൽ ഇപ്പോൾ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ തന്നെ അതായത് ഒരു വെള്ളയപ്പം ആ സിനിമയിലെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയായിരുന്നു. ആ സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചേട്ടൻ തന്നെയാണ് ആ ഇൻട്രോയിൽ കാണിക്കുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ആ സിനിമയെ പറ്റിയിട്ടൊന്ന് പറയൂ. അത് എൻ്റെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്താണ് അതിൻ്റെ സംവിധായകൻ പ്രവീൺ പൂക്കാടൻ. ഞാൻ സിനിമയിൽ വന്ന നാൾ മുതൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഓൺലൈൻ മീഡിയയും നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് നമ്മളുമായിട്ട് ഒരുപാട് അടുത്ത സൗഹൃദവും ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സിനിമയുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. സിനിമയുടെ പ്രൊമോഷനുമായിട്ടൊക്കെയാണ് എക്സ്പെഷ്യലി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൗതുകകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് ആംഗിളിൽ നിന്നും അദ്ദേഹം ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൂടെ അഭിനയിക്കുന്നത് ഷൈനുണ്ട്, നൂറിനുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, റോമ ഉണ്ട്, ശ്രീജിത്ത് രവി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ വളരെ സൗഹൃദത്തിൽ നിന്നുണ്ടായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൈലാഷുണ്ട്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് പോയി. അപ്പോൾ ആ സിനിമയുടെ പേര് പോലെ വെള്ളയപ്പം. അപ്പോൾ ആ വെള്ളയപ്പം കണ്ടെത്തുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ആ തുടക്കത്തിൽ തന്നെ, അതായത് ആ ഒരു തുടക്കത്തിൽ നമ്മൾ വെള്ളയപ്പം എന്ന് പറയുമ്പോൾ തന്നെ അത് കാണിക്കുമ്പോൾ തന്നെ ആ ചേട്ടൻ തന്നെയാണ് അതിനൊരു തുടക്കം ഇടുന്നത് തന്നെ ആ സിനിമയിൽ. അപ്പോൾ ശരിക്കും ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ സിനിമയിൽ. തീർച്ചയായും വെള്ളയപ്പം സിനിമയിൽ വെള്ളയപ്പത്തിന്റെ ചരിത്രം പറയുമ്പോൾ അത് കണ്ടുപിടിച്ച ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വലിയ ക്യാരക്ടറല്ലേ, വലിയ സംഭവമല്ലേ. അതിന്റെ സ്ക്രീനിൽ എന്തോരം ലെങ്ത് ഉണ്ട് എന്നുള്ളതിനേക്കാൾ അത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ എപ്പോഴും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പല സിനിമകൾ അഭിനയിക്കുമ്പോഴും ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധയായിട്ട് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് എപ്പോഴും ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാബൂളിവാലയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചതെന്ന് കണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമാ മേഖലയ്ക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? അല്ല, ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം വീടുമൊക്കെയാണ്. അല്ല, വീട് പിന്നെ അതിനുശേഷം മാറി. അപ്പോൾ ഇത് തന്നെയാണ് ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഇതിന് ചുറ്റിനും ഒരുപാട് മിമിക്രിക്കാരും സാംസ്കാരിക പ്രവർത്തകർ, ക്ലബ്ബ്, അപ്പോൾ അങ്ങനെ സിദ്ദിഖ് ലാലുമാർ, നാരായണൻകുട്ടി ചേട്ടൻ, ഒരുപാട് കലാകാരന്മാരുടെ ഇടയിലാണ്. അപ്പോൾ ഞാനും സ്വാഭാവികമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ എനിക്ക് ചെറിയ പ്രൈസൊക്കെ കിട്ടി. അങ്ങനെയാണ് അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് കാവ്യചന്ദ്രിക അസീസ് എന്ന് പിന്നീട് അറിയപ്പെടുന്ന കാബൂളിവാലയുടെ നിർമ്മാതാവ്. അപ്പോൾ സിദ്ദിഖ് ലാലുമാരെയൊക്കെ അടുത്തറിയാം. അങ്ങനെ അവരുടെ ഒരു സിനിമയിൽ എന്നാൽ ഇവ മിമിക്രിക്കല്ലേ, നമുക്കൊരു ചാൻസ് ചോദിക്കാം. അങ്ങനെ ചോദിച്ചപ്പോൾ ആകെ ഉണ്ടായത്, നമുക്ക് പറ്റിയത് പാട്ട് പറക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ സിദ്ദിഖ് സാറ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ചെയ്യണോ, കാരണം പിന്നീട് നാണക്കേടാവില്ലേ. പിന്നീട് നാണക്കേടായി, മീൻസ് ആൾക്കാരുടെ ഇഷ്ടം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ എന്നറിയില്ല.
പിന്നീട് എന്നെ കന്നാസെ എന്നാണ് ഇപ്പോഴും നാട്ടിൽ എന്നെ കന്നാസെ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവരാദ്യമായിട്ട് എന്നെ സിനിമയിൽ കണ്ട. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഒന്ന് അഭിനയിച്ച് നോക്കാം. നമുക്ക് സിനിമയോടും ഒക്കെയുള്ളൊരു അതിയായ താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ അതിൽ അഭിനയിച്ചാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും എപ്പം നമുക്കൊരു ഒരു സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സിനിമ എന്ന് കാബൂളിവാല എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ. ജഗതി ചേട്ടനായാലും ഇന്നസെന്റിന്റെ ഒക്കെ ക്യാരക്ടർ. അപ്പൊ അന്ന് ആ ഒരു പ്രായത്തില് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ആ ഒരു പ്രായം അതാണല്ലോ, നമുക്ക് സിനിമ എന്താന്ന് അറിയില്ല. അല്ല, എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ചോട് കൂടിയിട്ടാണ് ഞാൻ അഭിനയം മടുക്കുന്നതും അഭിനയം നിർത്തുന്നതും. പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. ആ, ആ, ആ. ഏഹ് കാരണം ഞാൻ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടുകൂടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പൗഡറൊക്കെ മാറ്റി മുടിയൊക്കെ അലങ്കോലമാക്കി മുഖത്ത് ചെറിയ കരിയൊക്കെ തേച്ച് ഷർട്ടൊക്കെ ആ ഇത്രയും വലിയ ഷർട്ടും വലിയ തുളയുള്ള ട്രൗസറും ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ചാക്കും തന്നിട്ട് പാട്ട പറയിക്കോ ഇതാണ് വേഷം എന്നറിയുമ്പോൾ ആ, അതായത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ വേഷത്തിൽ അഭിനയിക്കേണ്ടി വരികയെന്ന് ആ. എനിക്കറിയില്ലായിരുന്നു. ഈ പാട്ട് പറക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയായിരുന്നു, ആദ്യം നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ഇന്നസെന്റ് ചേട്ടനും ജഗതി ചേട്ടനും ഒക്കെ പാട്ട് പറക്കുന്ന ആൾക്കാരായിട്ടാണല്ലോ അഭിനയിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ ഇത്രയും മോശക്കാരാക്കിയിട്ടാണ് ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രായമല്ലേ. ആ. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വലിയ ഹീറോയൊന്നും ആവാനുള്ളൊരു സാധ്യതയില്ല. ഈ പാട്ട് പറക്കുന്നതും കുഷ്ഠരോഗിയും അടുത്ത പിച്ചക്കാരനൊക്കെ എനിക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടാൻ. കിട്ടുക. അപ്പം അതിലും നല്ലത് നമുക്കിത് നിർത്താം. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഭയങ്കര ഷൈൻ ചെയ്യണത് ഇതിന്റെ സംവിധായകരാണ്, സിദ്ദിഖ് ലാൽമാര്. അതെ. അപ്പം ഞാൻ തീരുമാനിച്ചു, അവിടെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത് ഒരു സംവിധായകനാവണം. ആവണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ സംവിധായകനാവാനായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലാണ് പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ പറ്റുമോ? അപ്പോൾ സിദ്ദിഖ് സാറ് പറഞ്ഞത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കാബൂളിൽ അഭിനയിക്കുന്നത്. ഇത് കാരണം നിന്റെ മാർക്ക് കുറഞ്ഞു എന്നാണ് ബാക്കിയുള്ളവർ പറയണത് എന്നോട്. അപ്പം നീ എന്തായാലും ഒരു ഡിഗ്രി എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാം. അങ്ങനെ ഞാൻ ഡിഗ്രി എടുത്തു, നേരെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സിദ്ദിഖ് സാറ് പറഞ്ഞു, സിദ്ദിഖ് സാറിൻ്റെ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിനു മുൻപ് റാഫി മെക്കാട്ടിലെ റാഫി സാറിൻ്റെ അനിയനാണല്ലോ ഷാഫി സാർ. ഷാഫി സാർ ആദ്യമായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഷാഫിയെ വിളിച്ച് പറയാം, അത് കഴിയുമ്പോഴേക്കും നമുക്ക് ക്രോണിക് ബാച്ചിലർ വർക്ക് ചെയ്യാം. അങ്ങനെ സിദ്ദിഖ് സാറ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് അപ്പാക്കുട്ടി അണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹമാണ് ഈ സിദ്ദിഖ് സാറിൻ്റെ അടുത്തേക്കൊക്കെ എന്നെ കൊണ്ടുപോയത്. അദ്ദേഹം തന്നെയാണ് സിദ്ദിഖ് സാറിൻ്റെ പറഞ്ഞു കേട്ടിട്ട് എന്നെയും കൊണ്ട്, അത് അപ്പാക്കുട്ടൻ ഷാഫി സാറിൻ്റെയും സിദ്ദിഖ് സാറിൻ്റെയൊക്കെ അമ്മാവനും കൂടിയാണ്. അങ്ങനെ പുള്ളിയാണ് എന്നെ കൊണ്ടുപോയി ഷാഫി സാറിൻ്റെ അടുത്ത് ആക്കി. അങ്ങനെ വൺ മാൻ ഷോ. അതിനുശേഷം വൺ മാൻ ഷോ. അത് ഇപ്പൊ ഷാഫി സാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുലിവാൽ കല്യാണം ആയാലും ഇപ്പൊ വൺ മാൻ ഷോ ആയാലും നമുക്ക് എപ്പോഴും ഇപ്പൊ കണ്ടാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും അതിലത്തെ ഒരു നർമ്മം എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര അടിപൊളി കോമഡിയാണ് അതിലത്തെ. ഇപ്പോഴും നമുക്ക് കേട്ട് ചിരിക്കാൻ പറ്റുന്നതില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷാഫി സാറുമായിട്ടുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഓർമ്മ എങ്ങനെയായിരുന്നു ഈ സിനിമയിലോട്ട് അസിസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്തുണ്ടായിരുന്നു? അല്ല, എനിക്ക് റാഫി സാറിനെ അറിയാമായിരുന്നു, സിദ്ദിഖ് സാറിനെ അറിയാം. എനിക്ക് ഷാഫി സാറിനെ വ്യക്തിപരമായിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു ഞാൻ വൺ മാൻ ഷോയിലേക്ക് വരുമ്പോൾ. പക്ഷേ അദ്ദേഹം തന്ന ഒരു സപ്പോർട്ട്, അദ്ദേഹം തന്ന ഒരു സ്വന്തം അനിയനെ പോലെ നമ്മളെ കെയർ ചെയ്തതൊക്കെയാണ് നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് മമ്മൂക്കയിലേക്കും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂക്ക ഡബിൾസിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഡേറ്റൊക്കെ തരുന്നതും. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നത്തെ എന്നെ ഞാനാക്കിയത് ഷാഫി സാറാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു മരണസമയത്തായാലും നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായ ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അത്രയും ഒരു വിഷമം തന്നെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു. അത് നമുക്കിതുവരെ അതിൻ്റെ അത് താങ്ങാൻ കഴിയാത്തൊരു അവസ്ഥ തന്നെയായിരുന്നില്ല. പിന്നെ അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ ഇറങ്ങിയിരുന്നുണ്ട് വൺ മാൻ ഷോയില് ഒരു ചെറിയ. അതല്ല, വൺ മാൻ ഷോയിൽ അത് അഭിനയിച്ചതല്ല. ഈ കോടീശ്വരൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ സെറ്റില് ആൾക്കാർ മാറി മാറി ഇരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ
ആളെ തികയാതെ വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മുടെ ജോലിയാണല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട് ആ പാസിങ് അല്ലെങ്കിൽ അതെ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്യലൊക്കെ. അങ്ങനെ ആളെ തികയാതെ വന്നപ്പോൾ എന്നാൽ ഇരിക്കൂന്ന് എന്നോട് പറയുന്നത് നമ്മുടെ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിജു അരുക്കുറ്റിയായിരുന്നു. ആ ഓക്കെ ഇപ്പോൾ ഓക്കെ കെ ബിജു എന്ന് ആ പറഞ്ഞിട്ട് ആ ആ ആ നമ്മുടെ ഡോക്ടർ ലവ്, ഡോക്ടർ ലവ് പിന്നെ ജോർജ് ഏട്ടൻ ആ സ്പൂരൊക്കെ ആ ആ ഡയറക്റ്റ് ആ ചെയ്തിട്ടുണ്ട്. ആ ബിജു ചേട്ടനാണ് പറയുന്നത് അവിടെ പോയി ഇരിക്കണമെന്ന്. അങ്ങനെ പോയിരുന്നതാണ്. ആ ആ പക്ഷെ അത് പിന്നീട് നടനായിട്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരിത് കുത്തിപ്പൊക്കിയത്. ഇതിൻ്റെ അവിടെ ഇരിക്കുന്നത് ഇയാളല്ലേ. സോഹനാണല്ലോ ഇത് അതെ അതെ. എന്നുള്ളൊരു അപ്പോൾ ഇത് ചില ഗ്രൂപ്പുകളിലൊക്കെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ അടുത്ത് ഇത് ഫോട്ടോ ഇട്ടിട്ട് ഇവരുടെ പുറത്ത് നടുക്കിരിക്കുന്നത് ആരാണെന്ന് ആരാണെന്ന് അറിയോ. പറയാമോ? അപ്പോൾ കുറേ ആൾക്കാർ എന്നെ വിളിച്ചു, എടാ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അതെ. അപ്പം നീയാണോ. അപ്പോൾ ഞാൻ തന്നെ അല്ല എനിക്ക് തോന്നുന്നു പണ്ട് പല സിനിമകളിലൊക്കെ ഇപ്പൊ അസിസ്റ്റ് ചെയ്ത ആളുകളൊക്കെ പല ക്രൂവിലുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെ എപ്പോഴും നമ്മളിപ്പോ ഷൈൻ ചേട്ടനായാലും പല സിനിമകളും നമ്മൾ അതെ പണ്ട് കുറെ അതെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അതെ. പിന്നെ അതിനുശേഷം ഒരു സംവിധാന രംഗത്തിലോട്ട് ഇപ്പൊ അസിസ്റ്റ് ചെയ്തതിന് ശേഷം സംവിധാന രംഗത്തിലോട്ട് പിന്നീട് ഡബിൾസ് എന്ന സിനിമയായിട്ട് വരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അതിലോട്ട് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പടങ്ങൾ നമ്മൾ അപ്പോൾ അഭിനയം എന്നുള്ളത് പൂർണ്ണമായും നമ്മളുടെ മനസ്സിലില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഷാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ചില സീനിലൊക്കെ ഒന്ന് അതിൽ നിൽക്കാവോ അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ നിൽക്കാതെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചാൻസ് ചോദിച്ചു ഒക്കെ ഉള്ളവരുടെ ലിസ്റ്റൊക്കെ ഉം, ഉണ്ടാവുമല്ലോ. ഉം, ഉം. അപ്പോൾ അവരെയൊക്കെ കൃത്യമായി വിളിക്കുകയും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ഉം. നമ്മൾ പൂർണ്ണമായും ഡയറക്ഷൻ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല മറ്റ് അഭിനയം എന്നുള്ളതൊക്കെ. ഉം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ സച്ചി സേതുവാണ് ആ. അവരുടെ ഒരു തിരക്കഥ നൽകാം, ഉം. നമുക്ക് മമ്മൂക്കയോട് പറയാം. അങ്ങനെ ആണ് ഞങ്ങൾ അപ്പോൾ ഷാഫി സാറിനോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നല്ല കാര്യമാണ്, ഒരു പടം മമ്മൂക്കയെ വെച്ച് തുടങ്ങും. ഉം. അപ്പോൾ മമ്മൂക്കയും നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് വന്നാൽ സിനിമ ചെയ്യാം എന്നൊക്കെ ഒരു സൂചനയൊക്കെ ഉം. ഉം. നൽകിയിരുന്നു. ഉം. അങ്ങനെ മമ്മൂക്കയോട് പറയുകയും മമ്മൂക്ക ചെയ്യാമെന്ന് പറയുകയും ഒക്കെയാണ്. അതൊക്കെ ഈ ഷാഫി സാറിൻ്റെയും സിദ്ദിഖ് സാറിൻ്റെയും കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് മമ്മൂക്കയായിട്ടും നമ്മൾ കൂടുതൽ അടുക്കുന്നത്. അതെ. എനിക്ക് തോന്നുന്നു അവരോടൊക്കെ ഉള്ള ഒരു അനുഭവം കൂടി നമ്മൾ സംസാരിക്കുമ്പോ അവർക്ക് മമ്മൂക്കയ്ക്ക് മനസ്സിലാവുമല്ലോ. അതെ. അവരായിട്ടൊക്കെ എല്ലാവരും അറിയുന്നതുകൊണ്ട് ഞാൻ ക്രോണിക് ബാച്ചിലർ, മായാവി, തൊമ്മനും മക്കളും ആ, ആ. 3 സിനിമകൾ ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ആ, 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 മമ്മൂക്കയുടെ ആ, കൂടെ. ആ. ഉണ്ടായിരുന്നത് അതെ ഇതില്. അതെ ആ. അപ്പൊ ഈ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഇപ്പൊ പല സിനിമകളും ഇപ്പൊ അസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അസിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സംവിധാനത്തിൽ മമ്മൂക്കയുടെ കൂടെ ചേർന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഒരു ഡിഫറൻസ് എന്താ അല്ല, തോന്നിയിട്ടുണ്ടായിരുന്നത്? ഈ 3 സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ചില രീതികൾ, ഉം. മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പം പലപ്പോഴും ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഉം. അവരുടെ ഒരു ചില കാര്യങ്ങൾ, ചില സ്വഭാവത്തിലെ ചില സവിശേഷതകൾ, അവരുടെ ചില നിർബന്ധങ്ങൾ, അതൊക്കെയാണല്ലോ അവർ. ഉം. അപ്പോൾ പലപ്പോഴും ഏഹ്, മമ്മൂക്കയുടെ ഒരു മമ്മൂക്കയ്ക്ക് ദേഷ്യം വരുന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരിക്കലും ഒരു അൺപ്രൊഫഷണലിസം ഓ. മമ്മൂക്കയ്ക്ക് താല്പര്യമുള്ള കാര്യമില്ല. ഓക്കെ. നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ തമാശയാവാം, കളിയാവാം, ഇതെല്ലാം ആണെങ്കിലും ആ ചെയ്യുന്ന ജോലിയോടുള്ളൊരു സീരിയസ്നെസ്, സിൻസിയാരിറ്റി, അത് മമ്മൂക്കയ്ക്ക് വളരെ നിർബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം. ഉം. അപ്പോൾ ഞാൻ ഡയറക്ടറായപ്പോഴും ഞാൻ ചെയ്യുന്ന ജോലി ചിലപ്പോൾ അബദ്ധമായിരിക്കാം, ഉം. ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ ഞാൻ വളരെ സിൻസിയറായിട്ടും വളരെ എന്താ പറയുക മാക്സിമം അത് വളരെ കൃത്യമായിട്ടും ഉം. ചെയ്യാനാണ് ശ്രമിച്ചത്. ഉം. ഉം. അത് മമ്മൂക്കയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ആഹാ. അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു മമ്മൂക്കയെ വെച്ച് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ അത്രയും കറക്റ്റായിരിക്കണം, നമ്മളുടെ ഹോംവർക്കുകളൊക്കെ നമ്മൾ ചെയ്യണം ഉം. എന്നൊക്കെയുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഞാൻ പോയത്. ഞാൻ അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. കുഴപ്പമുണ്ടായില്ല. അതിനുശേഷം അഭിനയ രംഗത്തിലോട്ട് വന്നു. അപ്പൊ അഭിനയ രംഗത്തിലോട്ട് വന്ന സമയത്ത് ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പരോളായാലും പുതിയ നിയമം, അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടനാടൻ വ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംവിധായകനിൽ നിന്ന് അഭിനേതാവിലേക്ക് വന്ന സമയത്ത് മമ്മൂക്കയായിട്ടുള്ള ഒരു എങ്ങനെയായിട്ട് ഉണ്ടായിരുന്നു ഒരു ഇത് നല്ല ക്വസ്റ്റ്യനാണ്. കാരണം സംവിധാനം ചെയ്യുന്നതിനേക്കാളും ടെൻഷനായിരുന്നു. ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് മമ്മൂക്കയുടെ
പുതിയ നിയമത്തിലേക്ക് അഭിനയിക്കാൻ AK സാൻചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലേക്ക് അഭിനയിക്കാനായിട്ട് ഡിക്സൺ ചേട്ടൻ വിളിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ എബ്രിഡ് ഷെയ്നാണ് ഡയറക്ടർ. നിവിനും ജോജുവും പ്രചോദേട്ടനും ഡോക്ടർ റോണിയും നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ഷൂട്ടിങ്ങിൻ്റെതായിട്ടുള്ള ഒരു ഫീലേ ഇല്ല. അർമാദിക്കാണ് എല്ലാവരും. എല്ലാ സുഹൃത്തുക്കളും കൂടി ഒരു എല്ലാവരും കൂട്ടിൽ ചേരുന്ന സുഹൃത്തുക്കളാണ്. പോലെ. ഇപ്പോൾ തെറ്റിയാലും റീടേക്ക് പോയാലും ഒക്കെ ഒരു വിഷയമില്ല. അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷെ ഞാൻ ഈ പുതിയ നിയമത്തിൽ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ ഫസ്റ്റ് ഡേ പൂജ കഴിഞ്ഞാൽ ഞാനും മമ്മൂക്കയും തമ്മിലുള്ളൊരു സീനാണ് എടുക്കാൻ പോകും. അപ്പോൾ പൂജയായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിലെ. മമ്മൂക്ക സിനിമ ആയതുകൊണ്ട് എല്ലാ സീനിയേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വെള്ള ഷർട്ടും കറുത്ത ഫുൾ സ്ലീവൊക്കെ ഇട്ട് കറുത്ത പാൻറ് കറുത്ത ഇതൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഈ വേഷത്തില്? കാരണം അവർക്ക് ഞാൻ അഭിനയിക്കണവരെ അറിയില്ലല്ലോ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാനിതിൽ അഭിനയിക്കുന്നുണ്ട്. ആണോ എന്താ? അപ്പൊ മൊത്തത്തില് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രം എനിക്ക് പിടിച്ചിട്ടില്ല. മൊത്തം ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ മമ്മൂക്ക. അപ്പോ ഇത് തെറ്റിപ്പോകുമോ എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. ഡയലോഗ് തെറ്റുമോ? ഇതെനിക്ക് നമ്മളവിടെ ആക്ഷൻ ഹീറോ ബിജുവിൽ ചെയ്ത പോലെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മമ്മൂക്ക അത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ സജഷൻസ് പറയൂ. അല്ല, അദ്ദേഹം അത്രയും സീനിയർ ആയിട്ടും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ അതിൻ്റെതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ പോലും അറിയാതെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല പ്രഷറായിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മമ്മൂക്കയായിട്ടുള്ളൊരു ചെറിയ ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ ഇത് മമ്മൂക്കയോട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് വഴിത്തിരിവായി. ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക എനിക്ക് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് BP കൂടിയതുപോലെ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, നീ മര്യാദക്ക് അഭിനയിക്കും, നിന്റെ ഒരു ശൈലിയിലാണ് നീ അഭിനയിക്കേണ്ടത്. അപ്പോൾ അത് നിന്റെ കാര്യമല്ലേ. പിന്നെ പീഡനം ഒരാൾക്ക് ഒരു പ്രാവശ്യമുള്ളൂ. നിന്റെ പീഡനം ഡബിൾസിൽ കഴിഞ്ഞു, ഇനി നിന്നെ ഞാൻ പീഡിപ്പിക്കില്ല. ഇതൊക്കെ തമാശയാണ്. അപ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിട്ട്. അപ്പോൾ നീ അഭിനയിക്കൂ, ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതായി. അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും പുള്ളി അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത്. അപ്പോൾ ആണ് എനിക്കൊരു അതിന് ശേഷം ഉണ്ടായ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരുടെ കൂടെ ആണെങ്കിലും അഭിനയിക്കാന്നായി. അല്ല, മമ്മൂക്ക എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പലരും പല സംവിധായകരായാലും അതെ, നായക കഥാപാത്രം എല്ലാ ആളുകളും പറയുന്ന ഒരു മൊത്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന. ഇപ്പോൾ പണ്ട് കാലത്ത് തന്നെ മമ്മൂക്കയിൽ ഭയങ്കര വ്യത്യാസങ്ങൾ പലതും നമുക്ക് കാണുന്നുണ്ട്. ചേഞ്ചസ് നമുക്ക് ഇപ്പോഴും കാണുന്നുണ്ട്. പുതിയ തലമുറയിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട് മമ്മൂക്ക, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ. അപ്പോൾ അത്രയും ഒരു ആത്മബന്ധമാണെന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സംവിധാനം ചെയ്യാനാണോ അല്ലെങ്കിൽ അഭിനയിക്കാനാണോ അല്ലെങ്കിൽ തിരക്കഥ എഴുതാനാണോ, ഏതാണ് കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല. കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു പരിപാടി സിനിമയിൽ നമ്മൾ തേടരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. നമ്മളങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോകാനും പാടില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്കറിയാം അഭിനയമാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അഭിനയത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ പല നടന്മാരും നമുക്കറിയാം, നമ്മളുടെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. നമ്മൾ മറ്റു നടന്മാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ പണി ഇത്ര ഈസിയാണോ എന്ന്. പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടൊരു കഷ്ടപ്പാടുണ്ട്. പല വെല്ലുവിളികളാണല്ലോ പല ജോലിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പരിപാടി ചെയ്യുമ്പോൾ ഇതിനകത്തൊരു എല്ലാവരും വിചാരിക്കും ഇപ്പൊ ഞാൻ തന്നെ ഒരു അവതാരികയാണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കേ മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കും ഇത് സിമ്പിൾ ആണല്ലോ, ഇവർക്ക് രണ്ട് ചോദ്യം ചോദിച്ചാൽ മതി എന്നുള്ള. അപ്പൊ നമുക്ക് ഒരുപാട് മേഖലയിലൂടെ ഓരോ ജോലിയും കടന്നു പോകണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ത് ജോലിയാണെങ്കിലും അത് നന്നാവണം എന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ സംവിധാനം എന്ന് പറയുമ്പോൾ
സംവിധായകനും ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ആ ജോലിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഭയങ്കര തലവേദന പിടിച്ചൊരു ജോലിയല്ല. ഉം. അതെ. അത് നമ്മൾ ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെയും ഷാഫി സാറിൻ്റെയും കൂടെയൊക്കെ ഞാൻ 9 സിനിമകളാണ് ആകെ അവരുടെ കൂടെ നിന്നത്. പിന്നെ അല്ലാതെയുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഒരു സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചു വരുമ്പോൾ അതൊരു ഭയങ്കര ഉം. ടെൻഷൻ പിടിച്ച ജോലിയായിട്ട് കാണാൻ പാടില്ല. ഉം. ഏറ്റവും സിനിമയിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തിരക്കഥാ രചനയാണ്. ഓ. നമ്മളുടെ വളരെയധികം നമ്മളെ സ്ട്രെസ്സാക്കി കളയുന്നൊരു ഉം. പരിപാടിയാണ്. ഉം. ഉം. അതായത് ഈ അഭിനയിക്കുമ്പോൾ എല്ലാം വണ്ടി വരുന്നു, നമ്മൾ അഭിനയിക്കപ്പെടുന്നു, അഭിനയിക്കുന്നു. ആളെ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഈ പറയുന്ന പോലെ ക്യാമറമാൻ, നടീനടന്മാർ, ബഹളം, ലൈറ്റ്. ഉം. ഈ തിരക്കഥ എഴുതുമ്പോൾ ആരുമില്ലല്ലോ. ഇല്ല. നമ്മൾ മാസങ്ങളോളം ഒറ്റക്കിരുന്ന് എഴുതുന്നു, എഴുതുന്നു. വലിച്ചെറിയുന്നു. ഇത് സിനിമയാക്കാൻ പറ്റുമോ ഇല്ലേന്ന് അറിയില്ല. ഇത് ഏതെങ്കിലും പ്രൊഡക്ഷനോ നടനോ എടുക്കുമോന്നറിയില്ല. അത്രയും ഇനി struggle ചെയ്യാം. അവർക്ക് അബദ്ധം വന്ന് അവരെടുത്താൽ തന്നെ ഇത് ഓടുമോ നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എഴുത്തുകാരൻ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, അയാളുടെ ആണല്ലോ ഈ കുഞ്ഞ് അതെ, ആക്ച്വലി. അതെ. അപ്പോൾ അതിന് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം അയാളിരുന്ന് അപ്പോൾ ഞാനൊരു ഘട്ടത്തിൽ തീരുമാനിച്ചു ഉം. ഇനി സ്ക്രിപ്റ്റ് എഴുതണ്ട. എഴുതണ്ട. കാരണം ഭയങ്കര സ്ട്രെസ്സാണ്. ആ. നമ്മളുടെ മനസ്സിലൊരു ഐഡിയ വന്നിട്ട് ഉം. ഇതാണെങ്കിൽ ഒട്ടും ഡെവലപ്പ് ആവണമില്ല. അതിൻ്റെ സ്ട്രെസ്സ് വേറെ. പിന്നെ ഇന്ന് സ്ക്രിപ്റ്റ് എഴുതിയില്ലല്ലോ, നാളെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമോ, ഇന്നലെയും എഴുതിയില്ലല്ലോ, ഇത് എഴുതി തീർക്കണ്ടേ. കണ്ടിന്യൂ ആയിട്ട് വരുമോ ഇനി എന്തെങ്കിലുമൊക്കെ. അതെ. പിന്നെ ഇപ്പം നമ്മളൊരു ഒരു കല്യാണം ഒരു കൂട്ടുകാരൻ വിളിച്ചു. ഉം. ആ കല്യാണത്തിന് സന്തോഷമായിട്ട് പോകാൻ പറ്റില്ല. അവിടെ നിൽക്കുമ്പോഴേ ഈ മനസ്സിൽ കല്യാണമൊക്കെ കൂടി നടക്കണ എഴുത്തൊന്നും ആയില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എഴുതുന്നില്ല. എന്തിനാണ് നമ്മളായിട്ട് എഴുതണേ? മലയാളത്തിൽ എത്ര കഴിവുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നിന്നൊരു സ്ക്രിപ്റ്റ് വാങ്ങിച്ച പോലെ ഈ ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് മനസ്സിൽ ഡെവലപ്പ് ആവുകയാണെങ്കിൽ അത് എഴുതാം. അതെ, അതായത് വൺ ലൈൻ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു ആലോചിച്ച് വരാൻ വൺ ലൈൻ എഴുതി വെക്കാം എന്നുള്ളൊരു അത് മനസ്സിൽ തന്നെ കിടന്നിട്ട് ത്രൂ ഔട്ട് സിനിമയായിട്ട് ഡെവലപ്പ് ആവണമെങ്കിൽ, അല്ലാതെ ഇനി ഒരു ഐഡിയ കിട്ടിയിട്ട് ഇനി അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കലൊന്നും നടക്കില്ല. അല്ല, സോഹൻ ചേട്ടൻ പറയുമ്പോൾ തന്നെ ഇത്രയും മേഖലകളിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഒരു നടൻ എന്നുള്ള നിലയിൽ അറിയുന്ന ഒരാളാണ്, അതുപോലെ സംവിധായകനാണ്. അപ്പം ഇതിൻ്റെ എല്ലാ എഫേർട്ടും അറിയാൻ നന്നായിട്ട് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഡാൻസ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ അഭിനയിച്ചതിന് ശേഷം ഒരു സംവിധാനത്തിൽ വീണ്ടും കടന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പിന്നീട് ഒരു സംവിധാനത്തിലേക്ക് കടന്ന സമയത്ത്? അല്ല, ഡാൻസ് പാർട്ടി ശരിക്കും എന്താ പറയുക, ഒരു 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 കുറച്ച് അബ്നോർമലായിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മളെല്ലാവരിലും ഉണ്ടല്ലോ ഒരു ചെറിയ അബ്നോർമാലിറ്റി. അപ്പം അതിൻ്റെ ഒരു സാധനം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമ. പക്ഷെ സിനിമ കണ്ടവർ ഞാൻ അബ്നോർമലാണോ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ അതാണ് ഡാൻസ് പാർട്ടിയെ പറ്റിയിട്ടുള്ള. അല്ല, എന്നാലും ആ സിനിമ ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും ഒരു സിനിമ ചെയ്യുന്നത് അല്ലെ വിജയിക്കണം, എല്ലാ ഒരു സിനിമയുടെ ക്രൂ എന്ന് പറയുന്നത് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. പക്ഷെ അത് അത്രത്തോളം പ്രേക്ഷകരിലെത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയായിരുന്നു ആ സമയത്ത്? അല്ല, അത് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രേക്ഷകരിലേക്ക് എത്തിയില്ല. പിന്നെ ഈ OTT വരുമ്പോഴാണ് ഇപ്പോൾ മനോരമ മാക്സിലാണ് അത് വന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ റേറ്റിങ്ങിലൊക്കെ നല്ല രീതിയിൽ വന്നു. അപ്പോൾ ആൾക്കാർക്ക് കുറേ പേർക്കൊക്കെ അത് കണക്റ്റായി. അപ്പോൾ ഈ അതൊരു വേറൊരു വൈബിൽ അവരതൊരു ഫണ്ണൊക്കെ ഇപ്പോൾ നമ്മളുടെ പരീക്ഷണങ്ങളാണല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പടം വന്നാൽ അതേപോലെ തന്നെ ആ പടം ഹിറ്റാണെന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് അടുത്ത സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോ സിനിമയും ഓരോ പരീക്ഷണങ്ങൾ. അതെ, ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ തൊട്ട് സിനിമ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോമുകൾ വന്നതിന് ശേഷം തിയേറ്ററുകളിലൊന്നും എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ഇപ്പം തന്നെ ഈ വർഷം തന്നെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് OTT വരുന്ന രീതിയിൽ വല്ലതും വരുന്നുണ്ട്, പ്രേക്ഷകരിൽ എത്താത്ത ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മുടെ തിയേറ്റർ കളക്ഷനൊന്നും
ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം, ഈ OTT പ്ലാറ്റ്ഫോം വന്നതോടുകൂടി സിനിമ ഒന്നല്ലെങ്കിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും തിയേറ്ററിൽ, അല്ലെങ്കിൽ അട്ടർ ഫ്ലോപ്പ് ആവും. അതായത് നമുക്ക് ഗംഭീര സിനിമയാണെങ്കിൽ മാത്രമേ നമ്മൾ തിയേറ്ററിലേക്ക് പോവുള്ളൂ. ഒരു ആവറേജ് സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് OTTയിൽ അടുത്ത് തന്നെ വരുമല്ലോ, അപ്പോൾ കണ്ടാൽ പോരെ. കണ്ടാ പോരെ. അപ്പം അതുകൊണ്ട് സൂപ്പർ ഹിറ്റും അട്ടർ ഫ്ലോപ്പേ നമുക്ക് ഇനി ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടൊരു സിനിമയില്ല. ഹിറ്റ് നല്ലൊരു ഉഗ്രൻ പടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റാണ്. ഓ, ഉഗ്രനല്ല, തരക്കേടില്ല എന്ന് പറഞ്ഞാൽ ആരും കാണാൻ പോവില്ല. അപ്പം ഇനി ഒരു തരക്കേടില്ല, ആവറേജ് ആണെന്നുള്ളൊരു സാധനത്തിന് പ്രേക്ഷകർ കുറവായിരിക്കും തിയേറ്ററിൽ. ഓ, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ പറഞ്ഞ അപ്പം നേരെ സെക്കൻഡ് ഹാഫ് നന്നായാണ്, ഫസ്റ്റ് ഹാഫ് അത്ര പോരാന്ന് പറഞ്ഞാൽ അതൊക്കെ OTT വീട്ടിൽ കാണാം. അല്ല, എല്ലാവരും പറയുന്ന ഇനിയിപ്പോ OTT കാണാലോ, ഇനിയിപ്പോ തിയേറ്ററിൽ പോയി കണ്ടെന്നുള്ള ഒരു അവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ട് സിനിമ. ഇതൊന്ന് കാണണോട്ടോ, ഗംഭീരാണെന്ന് പറഞ്ഞാൽ മാത്രമേ തിയേറ്ററിലേക്ക് വരും. തിയേറ്ററിൽ വരുള്ളൂ. പിന്നെ ഇനിയിപ്പോ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെ? അഭിനയമാണോ അല്ലെങ്കിൽ സംവിധാനത്തിലോട്ട് ഇനിയും സംവിധാനം അടുത്തത് സൗബിനെ വെച്ചിട്ടൊരു സിനിമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കഥാകൃത്തുക്കൾ മലയാളത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ഇലവ പൂഞ്ചിറ, പാതിരാത്രിയുടെ ഒക്കെ റൈറ്റർ ഷാജി മാറാട് സാറാണ് അടുത്ത സിനിമയുടെ റൈറ്റർ. സൗബിനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല. സൗബിൻ മാത്രമാണ് ഞങ്ങളോട് അഭിനയിക്കാന്ന് സമ്മതിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്കമിങ് ആയിട്ട് അറിയാൻ പറ്റൂല പല സിനിമയുടെ വാർത്തകളൊക്കെ. പിന്നെ ഇപ്പൊ ഡാൻസ് പാർട്ടിയിൽ ഷൈൻ ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ 12 സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഷൈൻ ചേട്ടൻ ഇപ്പൊ വെള്ളയപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷൈൻ ചേട്ടനായിട്ടുള്ള ഒരു ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷൈൻ ചേട്ടനായിട്ടുള്ള ഒരു അനുബന്ധം എങ്ങനെയാണ്? ഷൈനും ഞാനും ഒരുമിച്ച് ഒരേ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. ഷൈൻ കമൽ സാറിൻ്റെ, ഞാൻ ഷാഫി സാറിൻ്റെ. അപ്പോൾ ആ സമയം മുതൽ ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ഒരേ സമയം ഡബ്ബിങ് വരും, അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ നമ്മളൊക്കെ എറണാകുളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടും കോമൺ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. സുഗീത്, ആഷിക്ക്, അങ്ങനെ ഒരുപാട് കോമൺ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആഷിക്കും ഞാനും സിനിമയിൽ വരുന്നതിന് മുമ്പേ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഒരു സൗഹൃദം രൂപപ്പെട്ടു വന്നത്. അപ്പം അന്ന് മുതലുള്ള കൂട്ടാണ്. അപ്പോൾ അത്തരം സൗഹൃദങ്ങൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴേ അത് കുറച്ചും കൂടി പബ്ലിക്കിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളൂ. ഇപ്പോൾ ഞാനും ഷൈനും അഭിനേതാവായപ്പോൾ മുതലാണ് ഇവന്മാർ രണ്ടും കൂടി എന്താ ഇടയ്ക്കൊക്കെ കാണുന്നത് എന്നുള്ളത്. ഞങ്ങളല്ലാത്ത സമയത്തും കാണുന്നുണ്ട്. അന്നിപ്പോൾ എന്നെ ആർക്കും അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓൾമോസ്റ്റ് സുഗീത് ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പൊ സുഗീതിനെ ഒരു ആൾക്കാർക്ക് അറിയാം. ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഒക്കെ വളരെ ദീർഘകാലത്തെ സൗഹൃദമാണ്. ആ സൗഹൃദം എന്ന് പറഞ്ഞാല് കുടുംബപരമായിട്ടും ഒക്കെ ഉള്ളൊരു സൗഹൃദമാണ്, ബന്ധമാണ്. ഇപ്പൊ മമ്മിയായിട്ടും ഷൈൻ്റെ ബ്രദറായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഒക്കെ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ പലപ്പോഴും ഷൈൻ്റെ ചില കുരുത്തക്കേടുകളിൽ ഒരു അമ്മാവന്റെ സ്ഥാനത്തൊക്കെ എനിക്ക് ഇടപെടേണ്ടി വരാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങള് സുഹൃത്തുക്കളാണ്, അമ്മാവനല്ല. അത് ശരിക്കും നല്ലൊരു പോയിന്റ് ആയിരുന്നു. അല്ല, ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷൈൻ ചേട്ടനും അതുപോലെ അസിസ്റ്റായി വന്ന ഒരാളാണ്. ആ സമയത്ത് ഇപ്പൊ ഈ ഷൈൻ ആരാണെന്ന് ചിലപ്പോൾ ആളുകൾക്ക് അറിയുന്നുണ്ടോ? ഇപ്പൊ നടനായപ്പോഴാണല്ലോ എല്ലാവരും അറിയാൻ തുടങ്ങി. ഇപ്പൊ സോഹൻ ചേട്ടനായാലും കൂടുതലും സിനിമയിൽ വന്നപ്പോൾ കുറച്ചുകൂടി പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുക എന്നുള്ളതിന്റെ അത്രയും പോപ്പുലാരിറ്റി നമുക്കറിയാലോ. വേറെ ഏത് മേഖലയിൽ ആണെങ്കിലും വളരെ സ്ലോവിലായിരിക്കും. ഇപ്പൊ ഞാനൊരു സംവിധായകൻ എന്നുള്ള നിലയിലാണെങ്കിൽ എന്നെ ആരും അറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സിനിമയും അത്രയും ആൾക്കാർ ആ രീതിയിൽ സംവിധാനം ചെയ്ത സിനിമകൾ ആൾക്കാർ അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള സിനിമകളല്ല. അപ്പോൾ ഇയാൾ ഡയറക്ടറാണോ എന്ന് വെച്ചാൽ ഏത് ഡയറക്ടർ, ഇയാൾ നടനാണല്ലോ എന്ന് പറയുമ്പോൾ സംവിധായകനാണ് എന്ന് പറയാം. അല്ല, അത് ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫിലൊന്നൊരു മാറ്റം തന്നെയാണ്. ആ ഒരു ലെവലിലോട്ട് നമ്മൾ ആ ഒരു പോപ്പുലാരിറ്റി വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും സൗഹൃദ വലയങ്ങളൊക്കെ ശരിക്കും സിനിമയിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞു. തീർച്ചയായും. അതായത് ഇപ്പം ഞാൻ നടനായതും ഒക്കെ സൗഹൃദത്തിൻ്റെ ബലത്തിലാണ്. ഇപ്പോൾ എബ്രിഡ് ഷൈൻ എന്നെ അഭിനയിപ്പിക്കുന്നത്, ആക്ഷൻ ഹീറോ അഭിനയിപ്പിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പുറത്താണ്. പിന്നെ ഈ സിനിമകളൊക്കെ അഭിനയിച്ചതൊക്കെ സൗഹൃദത്തിന്റെ പുറത്താണെന്നുള്ള നല്ല ധാരണയുള്ള ആളാണ് ഞാൻ. അല്ലാതെ എന്നിലെ അഭിനേതാവിന്റെ പ്രതിഭ കണ്ടിട്ട്
എന്നെ വിളിച്ചിട്ടുള്ള സിനിമകൾ എൻ്റെ അറിവിലില്ല. ഉം, ഉം. അപ്പോൾ ഈ വേഷം അത് ഇപ്പോൾ സോഹന് കൊടുക്കാം, സോഹൻ എന്നൊരു വേഷം കൊടുത്തേക്കാം. ആ രീതിയിലാണ് എന്നിലെ നടൻ ഉള്ളത്. ഉള്ളത്. അല്ലാതെ അപ്പോൾ അത് 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 മാത്രമല്ല, ഇപ്പോൾ സംവിധാനമാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഡാൻസ് പാർട്ടി, ഈ ഡാൻസ് പാർട്ടി ഒരു സൗഹൃദത്തിൻ്റെ പുറത്തുള്ള സിനിമയാണ്. ഷൈനും ശ്രീനാഥ് ബാസിയും വിഷ്ണുവും പ്രയാഗയും ലെനയും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ, പാഷാണം ഷാജി, സാജു നവോദയ, ജോളി ചേച്ചി, ഇവരൊക്കെ ഞങ്ങളുടെ ഒരു 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 ഏറ്റവും അടുത്ത സൗഹൃദ വലയത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ മറ്റ് ഡേറ്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ സിനിമയുമായിട്ട് സഹകരിക്കുന്നു. അതൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് അവർ വരുന്നതല്ല. ബാസി എന്താണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും പറയും ബാസി ലേറ്റായിട്ട് വരും, ബാസി ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ പറയും. ബാസി ആ സിനിമയിൽ അഭിനയിച്ചിട്ട് റെസ്റ്റ് എടുക്കാതെ അവിടെ നിന്ന് വന്ന് ഈ സിനിമയിൽ അഭിനയിച്ച് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഡാൻസ് പാർട്ടി തീർക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഷൈനും ലെനയും ഒക്കെ ഹൈദരാബാദും ഒക്കെ ആയിട്ട് അവരുടെ സിനിമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സൗഹൃദങ്ങളും ഒക്കെ സിനിമയിൽ നിന്ന് മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ഒക്കെ നമ്മൾക്ക് ഒരുപാട് ഗുണകരമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അത് ഒരു ക്വാളിറ്റി അല്ലേ, സുഹൃത്തുക്കൾ ഉണ്ടാവുക, അത് നമ്മൾ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ല, ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ തന്നെ പല സിനിമകളും പിറന്നിട്ട് നമ്മൾ പണ്ടുതൊട്ടേ കാണുന്നതാണ്. അപ്പൊ അത്ര ഹിറ്റ് സിനിമകളൊക്കെ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളിൽ നിന്ന് ഇപ്പൊ കറന്റ്ലി നമ്മളിപ്പോ പല സിനിമ ലോക വരെ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ലോക അതൊരു ഹിറ്റ് സിനിമകളിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലൊരു സിനിമാ മേഖലയിൽ വന്നൊരു മാറ്റത്തെ എങ്ങനെയാണ് സോഹൻ ചേട്ടൻ നോക്കിക്കാണുന്നത്? അല്ല, മാറ്റത്തെ പറ്റിയിട്ടൊന്നും പറയാൻ ഞാൻ വലിയ ആളല്ലല്ലോ. അല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പുതുമ എന്നും കൂടി അർത്ഥമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റം സംഭവിക്കാതെ പുതുമ ഇല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഇപ്പം ഇന്നത്തെ സിനിമയല്ല നാളത്തെ സിനിമ. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്താൽ നമ്മളത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് മാറും. കാരണം അങ്ങനെ ടെക്നോളജിയും എല്ലാ രീതിയിലും ആക്ടിങ് പാറ്റേണും ടേക്കിങ്ങിൻ്റെ പാറ്റേണും എല്ലാം മേക്കിങ്ങും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആദ്യം സംവിധാനം ചെയ്ത ഡബിൾസ് എന്ന് പറയുന്ന സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നീട് ചെയ്ത സിനിമകളെല്ലാം ഡിജിറ്റലാണ്. ഈ ഫിലിമും ഡിജിറ്റലും തമ്മിൽ തന്നെ നൽകിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് തന്നെ അതിങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്നതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ടെക്നിക്കാലിറ്റി ഒക്കെ വിട്ടാലും ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ജനറേഷനെ അഡ്രസ്സ് ചെയ്യണമല്ലോ. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം സിദ്ദിഖ് ലാൽമാരുടെയൊക്കെ സിനിമ നമ്മൾ ചിരിക്കുന്നത് 4 തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാന വിഷയം തൊഴിലില്ലായ്മയായിരുന്നു. നമ്മൾ ഇന്ന് തൊഴിലില്ല എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് നല്ല കാരണം പോയി എന്തെങ്കിലും പണിക്കോളെന്ന് പറയും. അപ്പൊ ഇന്നത്തെ ജനറേഷൻ അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണ്? അതാണല്ലോ അവന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അവന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവനെ ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോഴും തൊഴിലില്ലാത്ത 4 ചെറുപ്പക്കാരിലേക്ക് പോകരുത്. അപ്പോൾ അവന്റെ അടുത്ത പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മള് ഫ്രിഡ്ജില് ബ്ലഡ് വെച്ചിട്ട് സ്ട്രോ ഇട്ട് കുടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ പഴയ കഥകളെ, യക്ഷിക്കഥകളെ വരെ മാറ്റി ചിന്തിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കും. അല്ല, അത് ആരോ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിലും ഒരു ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എല്ലാ കാലഘട്ടത്തിലുണ്ട്. അത് ശരി തന്നെയാണല്ലേ? പിന്നെ അപ്പോൾ അതായത് പത്മനാഭൻ സാറും പരൻ സാറും ഒക്കെ ആ കാലഘട്ടത്തിലെ അതുവരെയുള്ള കൺവെൻഷൻ ആയിട്ടുള്ള മേക്കിങ്ങിനെ അത് ബ്രേക്ക് ചെയ്യുന്നു, അവരെ നിലനിൽക്കുള്ളൂ. നമ്മളെ എന്തിൻ്റെങ്കിലും പുറകെ പോയി കഴിഞ്ഞാൽ നിലനിൽക്കില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും അവരവരുടെ ആയിട്ടുള്ള സിനിമയാണതും. അത് ഇവനെന്ത് ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ, മണിരത്നത്തിന് സിനിമ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളല്ലല്ലോ, ഗംഭീര ഡയറക്ടറല്ലേ. പക്ഷെ അയാള് വ്യത്യസ്തമായ
കഥകൾ വ്യത്യസ്തമായ മേക്കിംഗ് വ്യത്യസ്തമായ രീതിയിൽ കഥ പറയാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മൾക്ക് പഴയ ഒരു ഹിറ്റ് അദ്ദേഹത്തിന് കിട്ടാത്തത്. അദ്ദേഹം അതെ അതിനു അതെ വേണ്ടി വേറൊരു പുതുമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ് കൊണ്ടിരിക്കുകയാണ്. അതെ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതെ അപ്പോൾ അതെല്ലാവരുടെയും മേക്കിങ്ങിലുണ്ടാവും. അതെ. ഇത്രയും നേരം കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ നേരം പിന്നോട്ട് പോയ പോലെ തോന്നി എനിക്ക് അത് ഞാൻ പറഞ്ഞപ്പോൾ. പുറകോട്ടടിക്കായിരുന്നു. പുതിയ സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത്രയും നേരം കുറേ വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു. പിന്നെ അതുപോലെ ഇനിയും നിരവധി പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ സിനിമയിൽ നല്ലൊരു ഇനി നല്ല നല്ല റോളുകൾ ഉണ്ടാവട്ടെ. അതുപോലെ നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനിയും നമുക്ക് പുതിയ സിനിമകൾ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോൾ സുഗീതിൻ്റെ സിനിമയിൽ, ബിജു മേനോൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അൽത്താഫിൻ്റെ അൽസാഫ് അഭിനയിക്കുന്ന ആ, ആ, സിനിമയിൽ ആ. അഭിനയിക്കുന്നുണ്ട്. യദീന്ദ്രൻ സംവിധാനം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് തട്ടിമുട്ടിയും അതെ. പോകുന്നു. അപ്പൊ നമുക്ക് സംവിധായകനായും നടനായും ഒക്കെ സോഹൻ ചേട്ടനെ ഇനി തീർച്ചയായും. സ്ക്രീനിലെല്ലാം കാണാം. അതെ. അപ്പൊ വളരെയധികം നന്ദി. ഓ.